എന്തപ്പോഴേ സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ വർക്ക് തീർക്കാൻ കഴിയും. ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പോയി ഇടിക്കും. അന്ന് സ്പൈക്ക് പെട്ടിയിലെത്തും. ഇത് പൊന്നളിയ അന്നൊന്നും കണ്ണൂർക്കാര് കൂട്ടായ്മയുടെ കാര്യത്തിൽ നിങ്ങളല്ലേ അതൊരാളില്ലട്ടളിയാ. സത്യം സമയം നോക്കിയേ 9:30 മണിയായിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് വന്നിട്ട് 9:30 മണിയാകുമ്പോ ഈ ആൾക്കാരെ കാണുന്നത്. സത്യം എപ്പോഴാ മുസ്തഫ കാരണം ഇത്രയും കൂടുതൽ രജിസ്ട്രേഷൻ നടന്നൊരു പരിപാടി ഉണ്ടായില്ലേ. അതിന് ക്രെഡിറ്റ് അവരും കിട്ടാ ലിബിന്. ഇതാണ് മെയിന്. അപ്പോഴേ കണ്ണൂർ ജില്ലയിൽ നമ്മളെ ലിബിന്റെ മച്ചാന്റെ നാട്ടില് കരുവഞ്ചാല് അല്ലേ, അവിടെ വെച്ചിട്ട് മുസ്തഫയുടെ നേതൃത്വത്തിൽ നമ്മൾ പരിപാടി സെറ്റാക്കുകയാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മരമുറി മാത്രമല്ല, ഇൻഡസ്ട്രിയൽ വർക്ക്, സെൻറ്ററിങ്, കിണർ പണി, നമ്മുടെ മരമുറി, റൂഫിങ്, ടവറിന്റെ മുകളിൽ പണിയെടുക്കണം, പെയിന്റിങ്, അങ്ങനെ എല്ലാ പണിക്കും അതിൻ്റെതായ റിസ്കുകളുണ്ട്. സേഫ്റ്റിയുടെ പോരായ്മകൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി അത് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ജിനു പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടി ഏറ്റവും മെനക്കെട്ട് ഇങ്ങനെ ഒരു സൗകര്യങ്ങൾ സെറ്റാക്കി ആയിട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞൊരു 100-150ഓളം രജിസ്ട്രേഷൻ നമുക്ക് അത് വന്ന് സംഗതി ഇത്രയും ആളുകൾക്ക് നമ്മൾ എങ്ങനെ അല്ല അതാ പറഞ്ഞേ അത്രയും ആളുകൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ട് ഇത്രയും ആളുകൾ രജിസ്ട്രേഷൻ വന്നിട്ടില്ല. ആളുകൾ വരലുണ്ടെങ്കിലും കൂടെ രജിസ്ട്രേഷൻ വരാനായിരുന്നു ബുദ്ധിമുട്ട്. അപ്പൊ എന്തായാലും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും ആളുകൾ വരാനുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് നേരെ പരിപാടികൾക്ക് പോലെ. അപ്പൊ നിർത്തണം. ഞാനില്ല കംപ്ലീറ്റ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ പണിയെടുക്കുന്ന 4 ഭാഗം ഹാർഡ് വർക്ക് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ വരുള്ളൂ. പല സ്ഥലത്തും ട്രെയിനിങ് ആകുമ്പോൾ നമ്മൾ വയനാട് കൊടുത്തു, തൃശ്ശൂർ തന്നെ പോയി. നമുക്കിതൊരു പരിചയമില്ലാത്തൊരു ഉപകരണമായതുകൊണ്ട് കാല് കെട്ടിവെച്ചതിൻ്റെ ഒരു ഫീല് നമുക്ക് എന്തായാലും ഉണ്ടാവും. ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം നമ്മളൊന്ന് അതിട്ട് 2 റൗണ്ട് നടന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു സെക്ഷൻ നമുക്കത് നോക്കാം. അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഇതിൽക്ക് പോവല്ലേ. കാല് ഇങ്ങനെ വെക്കുക, ഒരു 6 ഇഞ്ച് കയറ്റി ചവിട്ടുക, ഈ മുട്ടാണ് മൂർത്തുക. അടുത്തത് നമുക്കത് കാണിച്ചു തരാം. ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അഴിച്ച് ഉപയോഗിക്കാനും കഴിയും. ഇവിടുന്ന് വലിച്ചു നോക്കോ. മരം പോരുവോ? ഇതൊന്ന് സെക്ഷൻ അവിടുത്തെ കാര്യം ഈ കോളറിസ്റ്റ് കയറി പോരും. ഈ സാധനം ഇത് കയറി വന്നു. ഇത് മേലേക്കാ പോകുന്നത്, താഴേക്ക് വരൂല.
കയറിയിട്ട് വളരെ സുഖം, നല്ല ട്രെയിനിങ്, അഭിനന്ദനവും. എന്തപ്പോഴുണ്ടായേ കണ്ണൂർ ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ട് എന്തായിരുന്നു ഇവിടെ, എന്തോരാളാ, ഇഷ്ടം പോലെ ആൾ വന്നു, വല്ല കണക്കുണ്ട്. ഞാൻ രജിസ്ട്രേഷന് വേണ്ടി കയറ്റം അവിടെ നമ്മൾ വരുന്ന ആളെന്തോരുണ്ടെന്ന് അറിയാൻ വേണ്ടി കയറ്റമൊക്കെ സെറ്റ് ചെയ്ത് നോക്കി. പക്ഷെ അതുപോലും ചെയ്യാൻ പറ്റില്ല. ഇത്ര ആൾ വന്നെന്ന് കണക്കിട്ടാത്ത ലെവലായി. എന്തായാലും 100-150 ആളുകൾ ഓൾറെഡി ഇവിടെ വന്നും പോയും ആയിട്ട് നിന്നായിരുന്നു കുറെ. നല്ലത് സുഖം. താങ്ക് യു. ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളിവിടെ ഉണ്ടായിരുന്നു. നമ്മളൊരു സബ്സ്ക്രൈബറാണ്, വിചാരിക്കാണ്ട് കണ്ടതാ. നല്ല രീതിയിൽ തന്നെ നമ്മൾ ജിനു ആയാലും ലിബിനായാലും അവരൊക്കെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്യാൻ കഴിഞ്ഞെന്നാണ് നമ്മളെ വിശ്വാസം. നമുക്കൊണ്ടാവണ മാതിരി പരമാവധി ചെയ്യാൻ പറ്റും. ഈ 3 ആളെ കൊണ്ടാവണതിന് ഒരു പരിധിയില്ലേ, ഇത്രയും ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നത്തെ ഒരു ഇതിന് എന്തായാലും ട്രെയിനിങ് കൊടുക്കാൻ എന്തായാലും ആൾ വേണ്ടായിരുന്നു. കുറേയൊക്കെ സപ്പോർട്ട് നമുക്ക് വന്നൂരിൽ തന്നെ ദുരുപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ സപ്പോർട്ടൊക്കെ കൂടെ കിട്ടിയോണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഉഷാറായി, ഹാപ്പിയാണ്, സെറ്റാണ്. ഇതൊന്നും സെറ്റപ്പായി ഒന്നും വരാൻ വേണ്ടി ഉള്ള ടെൻഷൻ എന്തായാലും സെറ്റ്. അപ്പൊ എന്തായാലും വലിയ സന്തോഷം ഇത്രയും ഇവിടം വരെ വന്നിട്ട് ഇതിനെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇതിന്റെ ഇടയിൽ. അതേപോലെ തന്നെ ലിബിനോടും ഇങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടാക്കല്, ഇങ്ങനെ സ്ഥലം സൗകര്യപ്പെടുത്തിയായിട്ട് നമ്മൾക്ക് വരാനും ഇതിലൊക്കെ കൂടാനും പറ്റിയതിന് വലിയൊരു സന്തോഷം തന്നെയാണ്. എന്തായാലും അതിൻ്റെ ഒരു നന്ദി അറിയിക്കണം. അതേപോലെ ഈ വന്നവർക്ക് ഇത്രയും ഇതായിട്ട് വന്ന പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ടാവും. കുറേ ആളുകളൊന്നും മര്യാദക്ക് കണ്ട് യാത്ര പറയാനൊന്നും പറ്റിയില്ല, വന്നത് അങ്ങനെ തീർന്നു പോയതിന് അവരോടൊക്കെ ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കാൻ. ഇതിൽ കൂടെ അല്ലാതെ കൂടെ തന്നെ പറയാനുള്ള നമ്മളുടെ ടീം, വില്ലേജ് വുഡ് പേക്കറിൻ്റെ ടീം, അതേപോലെ ലിബിൻ്റെ ഫ്രീ സർവീസ് കണ്ണൂർ, നമ്മളെ ലിബിൻ്റെ പിള്ളേർ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെറ്റല്ലേ? ഇനി അടുത്തത് ജിനോ. പിന്നെ ഇതിൽ പങ്കെടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും അത് കമൻറ്റിൽ അറിയിക്കാം. വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരുന്നു. കണ്ണൂർ ട്രെയിനിങ് പ്രോഗ്രാം സെറ്റായി.